എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. പൊതുവെ കേരളത്തെക്കുറിച്ച് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നല്ല അഭിപ്രായമാണ്. 100% സാക്ഷരതയുള്ളവർ, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നവർ, കഠിനാധ്വാനികൾ, ഇങ്ങനെ ഉള്ള പേരുകൾക്ക് മലയാളി അർഹനാണ്. എന്നാൽ മലയാളികൾ എത്ര ക്രൂരന്മാരാണ്, എത്ര മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ചില സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവം നടന്നു. അത് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായൺ എന്ന ഒരു ചെറുപ്പക്കാരൻ തനിക്ക് ഭാര്യയും 8 വയസ്സും 10 വയസ്സും പ്രായമുള്ള 2 കുട്ടികളുമുണ്ട്. ഇദ്ദേഹം തൻ്റെ ചില ആളുകൾ, സ്വന്തക്കാരായിട്ടുള്ള ചില ആളുകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നു, അവരുടെ അടുത്തൊന്ന് പോകാം, അതോടൊപ്പം തന്നെ അവിടെ ഒരു ജോലി കിട്ടിയാൽ ജോലി ചെയ്യാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇദ്ദേഹം കേരളത്തിലേക്ക് വന്നു. എന്നാൽ ചില സാമൂഹിക ദ്രോഹികൾ, മനുഷ്യത്വമില്ലാത്തവർ, മനുഷ്യത്വം മരവിച്ചവർ ഇദ്ദേഹത്തെ അതിമൃഗീയമായി മർദ്ദിക്കുകയും ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ രാം നാരായൺ, അദ്ദേഹത്തിന് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ, മലയാള ഭാഷ അറിയില്ല. ഇദ്ദേഹം ഒരു ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ രാം നാരായൺ എന്ന വ്യക്തിയുടെ ശരീരത്ത് മുറിവേൽക്കാത്ത ഒരു ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ്. അപ്പം മലയാളി എന്തുകൊണ്ട് ഇത്രമാത്രം ക്രൂരനാകുന്നു, മനുഷ്യത്വരഹിതനാകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊതുവെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഈ ഇസ്ലാമിക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. മനുഷ്യത്വം മരവിച്ചവർ, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമാണ് പൊതുവെ ജിഹാദികളായിട്ടുള്ള ആളുകൾ. എന്നാൽ അതിന് തത്തുല്യമായ രീതിയിൽ കേരളത്തിലുള്ള ചില ആളുകൾ മാറുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമായ കാര്യമാണ്. ഒരു വാർത്ത നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 10,000-ത്തിലധികം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം മർദ്ദനമേറ്റ ശരീരം കാണുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ഒരു ഡോക്ടർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വാളയാറിനടുത്ത് അട്ടപ്പള്ളത്ത് ആൾക്കൂട്ട മർദ്ദനത്തിന് ഇരയായ ഛത്തീസ്ഗഡ് സ്വദേശി രാം നാരായൺ മരിച്ച ശേഷം അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. 10,000 മൃതദേഹങ്ങൾ ഇതിനകം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ഇത്രയധികം മർദ്ദനമേറ്റ ഒരു ശരീരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് കാലിൻ്റെ ചെറുവിരൽ മുതൽ തലയോട്ടി വരെ തകർന്നിട്ടുണ്ട്. വാരിയലുകളെല്ലാം തന്നെ തകർന്നു, നട്ടലൊടിഞ്ഞു. വടികൊണ്ടുള്ള അടിയാണ് ഏറെയും. അതായത് ഈ രാം നാരായൺ എന്ന വ്യക്തിയുടെ ശരീരത്ത് അദ്ദേഹത്തിൻ്റെ കാല് മുതൽ തല വരെയുള്ള ഭാഗത്ത് ഇനി തല്ലിച്ചതയ്ക്കാൻ ഒരു ഭാഗം പോലും ബാക്കിയില്ല. എല്ലാ എല്ലുകളും തല്ലി ഓടിച്ചു. മർദ്ദനമേക്കാത്ത ഒരു ഭാഗം പോലുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മലയാളിയെക്കുറിച്ച് ഛത്തീസ്ഗഡിലും UP-യിലും ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മലയാളികളെക്കുറിച്ച് ഉള്ള ഒരഭിപ്രായം ഇനി എങ്ങനെയായിരിക്കും? അവിടെയുള്ള പത്രമാധ്യമങ്ങളും TV ചാനലുകളെല്ലാം ഇതിനെക്കുറിച്ച് എഴുതും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 100% സാക്ഷരത എന്ന് അവകാശപ്പെടുന്ന മലയാളിക്ക് അവിടെ ഒരു പ്രവൃത്തിയാണിത്. ഇനി തലച്ചോറിലേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി രാം നാരായൺ ആശുപത്രിയിൽ മരണപ്പെട്ടതായി പോലീസ് ഔട്ട് പോസ്റ്റിൽ നിന്നും
ആണ് വിവരമറിഞ്ഞിരിക്കുന്നത്. എന്നാൽ നീ ബംഗ്ലാദേശി ആണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തെ മർദ്ദിച്ചത്. അതിക്രൂരമായി മർദ്ദിച്ചു. ആൾക്കൂട്ട ആക്രമണത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 5 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അട്ടപ്പള്ളം സ്വദേശികളായ അനു പ്രസാദ്, മുരളി, അനന്തൻ, വിപിൻ എന്നിവരാണ് അറസ്റ്റിലായവർ. ഇവരുടെ അച്ഛൻ്റെ പേരും ഇവരുടെ വീട്ടുപേരും പരസ്യപ്പെടുത്തേണ്ടതാണ്. കാരണം അനു, പ്രസാദ്, മുരളി, അനന്തൻ, വിപിൻ എന്നു പേരുള്ള ഈ വ്യക്തികളെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര ക്രൂരമായിട്ടാണ് അവർ ഈ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടറുടെ ഒരു കുറിപ്പാണ്. പ്രിയരെ, നിങ്ങളുമായി സംവദിച്ചിട്ട് ഒത്തിരി നാളായി. ഇന്ന് എൻ്റെ മനസ്സിൽ അത്യന്തം വേദനിപ്പിച്ച ഒരു പോസ്റ്റ്മോർട്ടം പരിശോധനയുടെ അനുഭവത്തെക്കുറിച്ച് ഒരു ഡോക്ടറായും ഒരു മനുഷ്യനായും പൊതുസമൂഹത്തോട് ചിലത് പറയണമെന്ന് തോന്നി. ജോലി തേടി നമ്മുടെ നാട്ടിലെത്തിയ ഒരു അതിഥി തൊഴിലാളിയെ കൂട്ടമായി നാം തല്ലിക്കൊന്നു. സ്വയം പ്രബുദ്ധർ എന്ന് ഉറക്കെ അവകാശപ്പെടുന്ന കേരളീയർ മലയാളികൾ തന്നെയാണ് ഇത് ചെയ്തത് എന്നത് നമ്മെ കൂടുതൽ ലജ്ജിപ്പിക്കുന്ന കാര്യമാണ്. മറ്റുള്ളവരുടെ ജനത്തിൻ്റെ മുമ്പിൽ തലം താഴ്ത്തി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് മലയാളികൾക്ക് ഉണ്ടായിരിക്കുന്നു. ഛത്തീസ്ഗഡിൽ നിന്നും പുതുതായി ജോലിക്കെത്തിയ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിത സമ്മർദ്ദം കൊണ്ടും ഒക്കെയും അദ്ദേഹം തിരിച്ചു പോകുവാൻ നിർബന്ധിതനായി. അങ്ങനെ തൻ്റെ യാത്രയിൽ അദ്ദേഹം പല സ്ഥലങ്ങളിൽ എത്തപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ മലയാളികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ അതിക്രൂരമായി കൊന്നു. പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ ശരീരത്ത് അടിയേറ്റ് കേടുപാടുകളില്ലാത്ത ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. പിന്നാമ്പുറത്തും നെഞ്ചിലും കൈകാലുകളിലും തലച്ചോറിലും എല്ലായിടത്തും ക്രൂരതയുടെ അടയാളങ്ങൾ. അത് ഒരു നിമിഷത്തെ കോപമല്ല, കൂട്ടമനസ്സിൻ്റെ അന്ധതയും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണ അഭാവവുമായിരുന്നത്. കൂട്ടമർദ്ദനം നടത്തിയവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ട, ഇങ്ങനെ ചെയ്യരുത്, അവനൊരു മനുഷ്യനല്ലേ, നമ്മളെപ്പോലെ ഒരു ജീവിയല്ലേ എന്ന് പറയാൻ ഒരു വ്യക്തി പോലും തയ്യാറായില്ല. അങ്ങനെ തയ്യാറായിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. അയാളുടെ കുടുംബത്തോട് കേരള സമൂഹം കടപ്പെട്ടിരിക്കുന്നു. സഹജീവിയെ തല്ലിക്കൊന്ന മനുഷ്യൻ മൃഗത്തെക്കാൾ ഭീകരനാണ്. ഇത്തരം ക്രൂരതയെ ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ നമ്മൾ ആരും മുൻപോട്ട് വരരുത്. അത്തരക്കാരെ നിയമത്തിന് വിട്ടുകൊടുക്കുക, സംരക്ഷിക്കരുത്, ന്യായീകരിക്കരുത്, മൗനം പാലിക്കരുത്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഓരോ മലയാളിയും ഉണരണം. മനുഷ്യജീവൻ്റെ വില നമ്മുടെ വാക്കുകളിലല്ല, നമ്മുടെ പ്രവൃത്തികളിലാണ് എന്ന പ്രതീക്ഷയോടെ ഹിതേഷ്, ഒരു ഡോക്ടറുടെ കുറിപ്പാണ്. അപ്പോൾ പൊതുവെ ഇസ്ലാമിക് ഭീകര രാഷ്ട്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ കാണുന്നത്. മനസാക്ഷി മരവിച്ച ജിഹാദികളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി കേരളത്തിൽ ഇത് സംഭവിച്ചിരിക്കുന്നു. ഇത് നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായ ഒരു വ്യക്തിയെ അദ്ദേഹത്തിനെ നിയമത്തിന് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ പോലീസിനെ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതിന് പകരം നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അതിക്രൂരമായി മർദ്ദിക്കുന്നു. ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുന്നു, ജിഹാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ പോലും ഒരു വ്യക്തിയെ ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്നത് അത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. മലയാളികളെക്കുറിച്ച് പൊതുവെ നല്ല അഭിപ്രായം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുണ്ട്. പക്ഷേ ഇത്തരം പ്രവണതയിലൂടെ എല്ലാ മലയാളികൾക്കും ഇതൊരു അപമാനമാണ്. ഈ പിടിക്കപ്പെട്ട ഈ 5 പേരെയും അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ, ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുക എന്നുള്ള, ഈ 5 പേരെയും തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവനൊന്നും ജീവിക്കാൻ യാതൊരു വിധമായ അർഹതയുള്ളവനല്ല. ഇവനെയൊക്കെ ജീവപര്യന്തം ഒരിക്കൽ പോലും ഇവനൊന്നും പുറത്തു വരാത്ത രീതിയിൽ ഇവനെ അകത്തിടുകയോ
അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ തൂക്കിക്കൊല്ലുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു മനുഷ്യനെ ഇത്ര ക്രൂരമായി മർദ്ദിച്ച ഇവർക്ക് സമൂഹം ഒരിക്കലും മാപ്പ് കൊടുക്കരുത്. ഇവരുടെ പക്ഷം പിടിക്കാൻ ഒരാൾ പോലും മുന്നിട്ട് ഇറങ്ങരുത്. അതുകൊണ്ട് ഇത് അത്യന്തം ഖേദകരവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമായിപ്പോയി. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. ഒരു ജോലി അന്വേഷിച്ച്, ഒരു കുടുംബം പുലർത്താൻ വേണ്ടി ജോലി അന്വേഷിച്ച് ഈ നാട്ടിലെത്തിയ ഈ പാവം പിടിച്ച ഈ മനുഷ്യനോട്, രാം നാരായൺ എന്ന വ്യക്തിയോട് ചെയ്ത ക്രൂരത ഇത് വാസ്തവത്തിൽ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ്. മലയാളികൾ ഇത്തരം കാര്യങ്ങൾക്ക് മുതിരരുത്. അത് ഒരു ശാപമാണ്. ഇനി ഈ കുടുംബത്തിൻ്റെ ശാപം ഈ 5 പേരെയും അതിന് സപ്പോർട്ട് ചെയ്തവരുടെയും കുടുംബത്തെ വേട്ടയാടും എന്ന് മാത്രമല്ല, അത് സമൂഹത്തിൽ വലിയ ഒരു ദുഃഖത്തിന് കാരണമായി തീരും. ഈ കുടുംബത്തോട് ചെയ്ത ഈ ക്രൂരത ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇവർക്ക് കൃത്യമായ ശിക്ഷ തന്നെ ലഭിക്കണം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.